മണിപ്പൂർ കലാപം മുൻകൂട്ടി ആസൂത്രണം ചെയ്തെന്ന് ആവർത്തിച്ച മുഖ്യമന്ത്രി ബിരേൻ സിംഗ് രാജിവെക്കാനുള്ള സന്നദ്ധത അറിയിച്ചത് നരേന്ദ്രമോദിക്കെതിരായ പ്രതിഷേധം വേദനിപ്പിച്ചുകൊണ്ടാണെന്നും രാജിനാടകത്തിൽ മണിപ്പൂർ മുഖ്യമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഉയർന്ന വിമർശനങ്ങളും മണിപ്പൂരി ജനതയുടെ വിശ്വാസം നഷ്ടപ്പെട്ടെന്ന തോന്നലുമാണ് തന്റെ അപ്രതീക്ഷിത രാജിപ്രഖ്യാപനത്തിന് പിന്നിലെന്ന് മുഖ്യമന്ത്രി ബിരേൻ സിംഗ്. മണിപ്പൂരിൽ ചിലയിടങ്ങളിൽ പ്രധാനമന്ത്രി മോദിയുടെയും അമിത്ഷായുടെയും കോലം കത്തിക്കുന്നത് ഞാൻ കാണാനിടയായി. BJP ഓഫീസിനെതിരെയും ആക്രമണം അഴിച്ചുവിട്ടു. കഴിഞ്ഞ 6 വർഷങ്ങളായി കേന്ദ്ര സർക്കാർ മണിപ്പൂരിന് വേണ്ടി എന്താണ് ചെയ്തത്? മണിപ്പൂരിൽ ആളുകൾക്ക് സർക്കാരിനോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന ചിന്ത എന്നെ നിരാശനാക്കി. രാജിക്കൊരുങ്ങിയ തന്നെ തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ എത്തിയവരുടെ സ്നേഹം രാജി പിൻവലിക്കാൻ കാരണമായെന്നും ബിരേൻ സിംഗ് വ്യക്തമാക്കി. മണിപ്പൂരിലുണ്ടായ കലാപം മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണെന്നും മ്യാൻമാറുമായി 398 കിലോമീറ്റർ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം എന്ന നിലയിൽ മണിപ്പൂർ കലാപത്തിൽ ബാഹ്യശക്തികൾ ഉണ്ടെന്നും ബിരേൻ സിംഗ് ആരോപിച്ചു. മുൻകൂട്ടി ആസൂത്രണം ചെയ്ത കലാപമാണെങ്കിലും അതിന്റെ കാരണം ഇനിയും വ്യക്തമല്ലെന്നും ബിരേൻ സിംഗ് പറഞ്ഞു. കേന്ദ്ര സംസ്ഥാന സർക്കാർ കലാപം അമർച്ച ചെയ്യാൻ എല്ലാ ശ്രമങ്ങളും നടത്തുന്നതായും കുക്കി സഹോദരങ്ങൾ തനിക്കെതിരെ നടത്തുന്ന ആരോപണങ്ങളിൽ വേദനയുണ്ടെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. താൻ അനധികൃത കുടിയേറ്റക്കാരെ സഹായിക്കുകയാണെന്നാണ് കുക്കികൾ ആരോപിക്കുന്നത്. കലാപം പെട്ടെന്നുണ്ടായതാണ്. അതില്ലാതാക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ട്. മണിപ്പൂർ ചെറിയ ഒരു സംസ്ഥാനമാണ്. 34 ഗോത്ര വിഭാഗങ്ങളും മണിപ്പൂരിൽ ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ടെന്നും പുറത്തുനിന്നുള്ള ആരും സംഘർഷം ഉണ്ടാക്കാതിരിക്കാൻ ജാഗ്രത വേണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രി എന്ന നിലയിൽ മണിപ്പൂരിനെ വിഘടിപ്പിക്കാൻ അനുവദിക്കില്ലെന്നും ബിരേൻ സിംഗ് വ്യക്തമാക്കി. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.